ശുചിത്വ വാർത്തകൾ. ശുചിത്വ മിഷൻ വാർത്തകൾ. ശുചിത്വ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്താ അവതരണം ടെസ്സി മാർക്കോസ്. പ്രധാന വാർത്തകൾ. ചക്ക, മാങ്ങ, തേങ്ങ ഗ്രീഷ്മോത്സവത്തിന് ജില്ലകളിൽ ഊർജിത തയ്യാറെടുപ്പ്. 2017-18 വാർഷിക പദ്ധതി രൂപീകരണം മെയ് 5-നകം പൂർത്തീകരിക്കണം. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പേപ്പർ ബാഗുമായി കോളേജ് വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ചക്ക, മാങ്ങ, തേങ്ങ ഗ്രീഷ്മോത്സവത്തിന് ജില്ലകളിൽ ഊർജിത തയ്യാറെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ശുചിത്വ മിഷനും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ഗ്രീഷ്മോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലകളിൽ ആരംഭിച്ചു. ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ, റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം എന്നിവ വിവിധ കേന്ദ്രങ്ങളായി നടന്നുവരുന്നു. 3000-ഓളം ക്യാമ്പുകളിലായി 1,50,000 കുട്ടികൾ പങ്കെടുക്കും. ഗ്രീഷ്മോത്സവം വിജയിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ കെ വാസുകി അഭ്യർത്ഥിച്ചു. 2017-18 വാർഷിക പദ്ധതി രൂപീകരണം മെയ് 5-നകം പൂർത്തീകരിക്കണം. 13ാം പഞ്ചവത്സര പദ്ധതിയിലെ വാർഷിക പദ്ധതി രൂപീകരണം മെയ് 5-നകം പൂർത്തീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ടി കെ ജോസ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ അനിവാര്യ പദ്ധതികളും മുൻഗണന അർഹിക്കുന്ന പദ്ധതികൾക്കുമാണ് മുൻതൂക്കം നൽകേണ്ടത്. ഇത് ജില്ലാ ആസൂത്രണ സമിതിക്ക് മുമ്പിൽ സമർപ്പിച്ച് അംഗീകാരം നേടണം. ഇതിന്റെ ഭാഗമായി 3 ആസൂത്രണ സമിതികൾ മെയ് 5-നകം ചേരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പേപ്പർ ബാഗുമായി കോളേജ് വിദ്യാർത്ഥികൾ. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്നത്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഭൂമിത്ര ക്ലബിന്റെ സഹകരണത്തോടെയാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച പേപ്പർ ബാഗുകൾ കളക്ടറേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശ്രീ മുഹമ്മദ് വൈ സഫറുള്ള ASന് കൈമാറി. പ്ലാസ്റ്റിക്കിന് പകരം വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള എറണാകുളം ശുചിത്വ മിഷന്റെ ശ്രമങ്ങളിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണിത്. ശുചിത്വ മിഷൻ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.